നമസ്കാരം, വണക്കം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ BB7 ഗ്രാൻഡ് ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ഗ്രാൻഡ് ലോഞ്ചിങ് നടന്നിരിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ലോഞ്ചിങ്ങിന് നമ്മുടെ കണ്ടസ്റ്റൻറ്റുകളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടോ എന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ അങ്ങനെ ലേഡി സൂപ്പർ സ്റ്റാർ വന്നത് സെക്കൻഡ് ലാസ്റ്റാണ്. ചില ഫിലിം ഫെയർ അവാർഡിലൊക്കെ നമ്മൾ കാണാറുണ്ട്. കാരണം നായികമാരൊക്കെ ഏറ്റവും അവസാനമേ വരത്തുള്ളൂ. അതേപോലെ നമ്മുടെ രേണു ചേച്ചി വന്നത് സെക്കൻഡ് ലാസ്റ്റാണ്. അതിനുശേഷം അപ്പാനി ശരത്ത് വരുന്നു, ഗ്രാൻഡ് ലോഞ്ചിങ് അവിടെ എത്തിയിരുന്നു. അപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ രേണു സുധി BB7 ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ചേച്ചി എന്തിന് ഇന്നലെ അത്തരത്തിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു? ഞാൻ ബിഗ് ബോസിലില്ല, എന്നെ ബിഗ് ബോസിൽ നിന്നും വിളിച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല, ഞാൻ ചേച്ചിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. എന്തിന് അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു? PR ടീമിൻ്റെ പക്ക തേർഡ് റേറ്റ് പ്ലേ. ഇതിലൂടെ പറ്റിക്കപ്പെട്ടിട്ടുള്ളത് രേണു സുധിയുടെ വ്യൂവേഴ്സാണ്. നിങ്ങൾ ചോദ്യം ചെയ്യണം, എന്തിന് ആ വീഡിയോ അപ്ലോഡ് ചെയ്തു? ചിലപ്പോൾ വിശദീകരണമായിട്ട് വരുമായിരിക്കും. അതായത് സജീന എന്ന് പറയുന്ന രേണു സുധിയുടെ സുഹൃത്ത് ആ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് അതിന് മറു വീഡിയോയുമായിട്ട് വന്നാന്ന് ചിലപ്പോൾ പറയും. അപ്പോഴും അവിടെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. കാരണം സജീന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം രേണു സുധി ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ഷൂട്ടിലാണ്. അപ്പോൾ എങ്ങനെ ആ വീഡിയോ അന്ന് എടുക്കും? സജീന അപ്ലോഡ് ചെയ്യുന്ന ദിവസം രേണു സുധി BBയുടെ ഈ ഷൂട്ടിലായിരുന്നു, ഇന്നത്തെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ എങ്ങനെ ആ വീഡിയോ എടുക്കും? നിങ്ങൾ വ്യൂവേഴ്സാണ് ആ ചോദ്യം ചോദിക്കേണ്ടത്. നിങ്ങളെയാണ് പറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ സജീനയെ കൊണ്ട് ഈ പറയുന്ന PR ടീം മനഃപൂർവ്വം ഈ ഒരു പോസ്റ്റ് ഇടിക്കുകയാണ്. ഈ പോസ്റ്റ് ഇടിക്കുന്നു. 1 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുടെ കണ്ണിലൊക്കെ ഇത് പെടുന്നു. ഈ സാധനം കയറി വൈറലാവുന്നു, അവരെ കൊണ്ട് അത് മുക്കിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിൽ ഈ സാധനം അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വിടുകയാണ്. രേണു സുധിയുടെ വീഡിയോ. അപ്പോൾ കാണുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവില്ല. കാരണം രാവിലെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്ത് കഴിയേണ്ട സമയമായി. അതൊക്കെ കഴിഞ്ഞിട്ട് രേണു സുധിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വിടുന്നത് ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല. അതാ പറഞ്ഞത്, നിങ്ങളെ വ്യൂവേഴ്സിനെയാണ് രേണു സുധിയുടെ PR ടീം പറ്റിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ BB7 നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ എൻട്രി ആവാണ്. എൻട്രി ആയപ്പോൾ തന്നെ കയറി വാതിൽ തുറന്ന് കയറുമ്പോൾ തന്നെ പറയാണ്, എൻ്റെ സുധിച്ചേട്ടാ ഞാൻ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുകയാണ്, എൻ്റെ സുധിച്ചേട്ടാ ഞാൻ എൻ്റെ ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയും സുധിച്ചേട്ടനെ വിട്ടിട്ടുള്ള ഒരു കളിയില്ല. സെൻറ്റിമെൻറ്റ്സ് വെച്ച് കളിക്കാൻ നോക്കുവാണ് നമ്മുടെ രേണു സുധി. നടക്കട്ടെ, നല്ല കാര്യം, കളിച്ച് കപ്പടിക്കട്ടെ, അവിടെ നിന്ന് പൊരുതി ജയിക്കുമ്പോഴല്ലേ. എന്തായാലും പക്ക പോക്കിരത്തരമാണ് PR ടീം നടത്തിയിട്ടുള്ളത്. പിന്നെ ഈ ഗ്രാൻഡ് ലോഞ്ചിൽ ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു. ഈ പറയുന്ന സുധിലയത്തിൽ വെച്ചിട്ടല്ല ഈ ഷൂട്ട് നടന്നിട്ടുള്ളത്. മറിച്ച് ഈ പറയുന്ന നമ്മുടെ രേണുവിൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വെച്ചാണ് ആ ഒരു ഷൂട്ട് നടന്നിട്ടുള്ളത്. ഇത്രയും നാൾ മറ്റുള്ള ചാനലുകാർക്ക് കയറി നിരങ്ങാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ട് അവസാനം ഈ ഒരു ഷൂട്ടിന് എന്തുകൊണ്ട് ആ ഒരു വീട് ചൂസ് ചെയ്തു? അതാണ് ചോദ്യം. ഇനിയിപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണോ? അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എങ്ങാനും എന്താ പറയുക, ഇതൊരു ചർച്ച ആവട്ടെ എന്ന് കരുതിയിട്ടാണോ? ഇതൊക്കെ PR ടീം നിങ്ങൾക്ക് ഓതിത്തരുന്ന ബുദ്ധിയാണോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. കാരണം ഇത്രയും ഇൻ്റർവ്യൂ ഈ പറയുന്ന സുധിലയത്തിൽ വെച്ച് നടത്തിയിട്ട് എന്തുകൊണ്ട് ഈ ഒരു ഗ്രാൻഡ് ലോഞ്ചിങ്ങിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് വീഡിയോ ഈ ചേച്ചിയുടെ വീട്ടിൽ വെച്ച് നടത്തി? ഇത്രയും നാൾ നിങ്ങൾക്ക് സുധിച്ചേട്ടൻ്റെ ഫോട്ടോ, സുധിച്ചേട്ടൻ്റെ പേരുള്ള വീട്, ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസ് താരമായപ്പോൾ ഇതൊന്നും വേണ്ടേ? ഇനി എങ്ങാനും കൊച്ചിയിലേക്ക് പറിച്ചു നടാനുള്ള പ്ലാൻ ഉണ്ടോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. ഇതിനൊക്കെയുള്ള ഉത്തരം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ രേണു സുധി കാണിച്ചിട്ടുള്ളത് വളരെ പോക്കൃത്തരമാണ്. ഇപ്പോൾ 2 മണിക്കൂർ മുമ്പ് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് രേണു സുധിയുടെ എൻട്രി ആയിട്ടില്ല, ആ സമയത്ത് തന്നെ 2 മണിക്കൂർ മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരെന്താ വിചാരിക്കുക? രേണു സുധി BBയിലില്ല, വ്യൂവേഴ്സ് BBയിലില്ല. പെട്ടെന്ന് കാണുമ്പോൾ രേണു സുധി ഇപ്പോഴല്ലേ യൂട്യൂബിൽ കണ്ടത്, ഇപ്പോഴല്ലേ ഇവിടെ കാണുന്നു, ഇതെന്താ കുമ്പിടിയാ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. ഇതൊക്കെ PR ഗ്രൂപ്പിൻ്റെ പക്ക പ്ലേ ആണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും രേണു സുധിയുടെ മികച്ച ഒരു എന്താ പറയുക പ്ലേ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എൻട്രി ആയിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും നല്ല രീതിയിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന BB7 അപ്ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.